അസ്സലാമു അലൈക്കും. എത്തൊക്കെ ചങ്ങന്മാരങ്ങളെ വർത്താനോ അല്ല, എന്താണ് ആ മൂലകളിൽ സുലൈമാൻ തലയും താത്തിരിക്കണേ? ഓ, പത്രം വായിച്ച. ഓ, ഇപ്പോഴത്തെ പത്രത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥ അല്ലേ, അയിക്കൊന്നും നോക്കാനേ വയ്യ. ഈമാളവർ ചെയ്യണ പണിയാണൊക്കെ. അല്ലെങ്കിലോ ഈമാൻ എന്ന് പറയുന്നത് ഒരു തൗഫീഖാണ്. അതുള്ളവരൊക്കെ പടച്ചോണ്ടാവും. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ എന്നാ കേട്ടോളി. പണ്ട് വളരെ പണ്ട് മക്കത്തെ പുന്നാര നബി എന്നെ കാട്ടി കുറേ മുമ്പ് ഒരു സാഹിറുണ്ട്. അയാളുടെ അടുത്തേക്ക് സിഹിർ പഠിച്ച എന്നൊരു കുട്ടി പോയിന്. ഈ കുട്ടി വേറൊരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഇൽമും പഠിച്ചതിനിടയിൽ കുട്ടിക്കൊരു സംശയം, ഇതിലിപ്പോൾ ഏതാ ശരി? ഒന്ന് പറയുന്നു പഠിച്ചോണ്ടെന്ന്, രണ്ടാമത്തെ പഠിച്ചോనికి ഇഷ്ടമില്ലാത്ത കാര്യം. ഒരു ദിവസം നമ്മളെ കുട്ടി പഠിച്ചാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരു സ്ഥലത്ത് വലിയൊരു വട്ടണ സമിതി. അതല്ല സുലൈമാനെ, പിന്നെന്താന്ന് ഞാൻ പറയാം. കുട്ടി വല്ല തലട്ടോക്കെ റബ്ബുൽ തമ്പുരാനെ വലിയൊരു ജന്തുപുയുണ്ട് അവിടെ അങ്ങനെ നിൽക്കണ്. അതിൻ്റെ വലിപ്പം കണ്ടിട്ട് ഇമ്മ വെച്ചൊരുത്തനും ആ വഴിക്ക് പോണി. എങ്ങനെ സുലൈമാനെ? ഇമ്മ വെച്ചൊരുത്തനും ആ വഴിക്കും പോണില്ല. നമ്മളെ കുട്ടി ഒരു കല്ലെടുത്ത് മനസ്സിലങ്ങോട്ട് തോർന്ന്, പഠിച്ച റബ്ബേ, ഞാൻ പഠിച്ച ഇൽമാണ് ശരി, ഇന്നത്തോടെ ജന്തുപൂവിൻ്റെ കാര്യം തീരുമാനാക്കുന്നും പറഞ്ഞൊരറ്റേറ്. ഇതൊക്കെ എടുക്കുന്ന ജന്തുപൂയി പഠിച്ചോണ്ടെന്നെ കാര്യം കൊണ്ട് കുട്ടി അങ്ങോട്ട് കയറി ഫേമസായി. പിന്നെന്തല്ല, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കലോ. ഈ കാര്യം രാജാവ് പറഞ്ഞു. പിന്നെന്തല്ല, ആരവിടെ ആ കുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ആ കുട്ടീനെ മലൻ്റെ മുകളിൽ നിന്ന് തള്ളിയിടലോ കപ്പൽ നൊന്തിടലോ. ഇങ്ങോട്ടെ ഓൽക്ക് ആ കുട്ടീനെ കൊല്ലാൻ പറ്റി. എവിടുന്ന് അവസാനം നമ്മളെ കുട്ടി തന്നെ ഓൽക്കൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ചൊല്ലിട്ട് അമ്പക്കാനെ രാജാവ് അതേപോലെ ചെയ്ത് കുട്ടി മരിച്ചുപോയി. ഓ, പക്ഷെ ഉണ്ടല്ല, ഇതിപ്പോ വെൽക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ കാര്യം. ഒരു വിശ്വാസിനെ ഒഴിവാക്കാൻ നോക്കിയപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വിശ്വാസികളായി. പിന്നെ രാജാവിൻ്റെ അടുത്ത് ശൈത്താൻ, ആ വലിയ ശൈത്താനും കുറച്ച് കുട്ടി ശൈത്താന്മാരും കൂടി ഒരു കിടങ്ങുണ്ടാക്കി. എന്തിനാന്നറിയോ? ആ വിശ്വാസികളായ ആൾക്കാരൊക്കെ കയ്യിലിട്ട് കരച്ചാന്. അല്ല സുലൈമാനെ, എനിക്ക് ഇതിനെന്താ മനസ്സിലായി? കുറേ നേരായി. ഞാൻ പോവാട്ടെ സുലൈമാനെ. അസ്സലാമു അലൈക്കും.